സർ ഒരു നിമിഷം, ഞാൻ ഈ ഓർണമെന്റ്സിന്റെ ഫോട്ടോ ഒന്ന് എടുത്തോട്ടെ. ശരി സർ, ഇനി എടുത്തോ. സർ നോക്കണ്ട, സ്വർണം തന്നെയാണ് സർ. 5 ലക്ഷം രൂപ വേണമെന്നല്ലേ താൻ പറഞ്ഞത്? അതെ സർ. ഇതിന് 5 ലക്ഷം ഒന്നും കിട്ടത്തില്ല, ഒരു 4 ലക്ഷത്തി സംതിങ്ങേ കിട്ടത്തുള്ളൂ. അയ്യോ സർ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് 5 ലക്ഷം വേണം, അത്രയ്ക്ക് അത്യാവശ്യമാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പണയം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ തുകയെ തരാൻ പറ്റൂ. സ്വർണം വിൽക്കുവാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ കിട്ടും. വിൽക്കാനോ? ആ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോ സർ വിറ്റാൽ 5 ലക്ഷത്തിന് മുകളിൽ കിട്ടുമല്ലേ? കിട്ടും. ശരി, എന്നാ ഇത് വിൽക്കാം സർ. ഇന്ന് സ്പെഷ്യൽ മീൻകറിയാണെന്ന് തോന്നുന്നു. ഓ, എന്തൊരു മണം. അതെ, രേവതി മുള വെക്കുന്നതൊന്നും സ്പെഷ്യൽ തന്നെയല്ലേ വർഷമോളെ? രേവതി വെക്കുന്ന മീൻകറിക്കും അച്ചമ്മ വെക്കുന്ന മീൻകറിക്കും ഒരേ ടേസ്റ്റാ അല്ലേ അച്ഛാ? അത് പിന്നെ പറയണോ? അതെ, ഗ്രാമത്തിന്റെ രുചിയാ അത്. ശ്രീകാന്ത് ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? റെസ്റ്റോറന്റിൽ തിരക്കുണ്ട്, ശ്രീകാന്ത് അവിടെ നിന്ന് കഴിച്ചോളെന്നാ പറഞ്ഞു. രേവതിയെ സ്പെഷ്യൽ മീൻകറി വെച്ചെന്ന് പറ. എന്ത് തിരക്കുണ്ടെങ്കിലും അവൻ ഓടി ഇവിടെ എത്തും. സുധിയെ ഡോറടയ്ക്ക്. ഡോർ അടയ്ക്കാനല്ലേ പറഞ്ഞത്? ഈശ്വര, ഇവളെല്ലാം അറിഞ്ഞോ? എന്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയല്ലോ. അടയ്ക്ക് സുധി. രമേശ് എന്ന് പറയുന്ന ആള് 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്നല്ലേ സുധി പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞൊക്കെ സത്യ. ഞാൻ ചുമ്മാ സുധിയെ കളിപ്പിക്കാൻ വേണ്ടി ഒന്ന് ആക്ട് ചെയ്തതല്ലേ. എനിക്ക് സന്തോഷായി സുധി. എന്തിന്? എന്തിനാന്നോ? എന്റെ സുധി ചെയ്തതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. തുടക്കത്തിൽ തന്നെ സുധി നല്ല കച്ചവടം പിടിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ് പിക്കപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെ വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ലെന്നാ ഞാൻ കരുതിയത്. സുധി എന്റെ ധാരണ തെറ്റിച്ചു. സുധി വേറെ ലെവലാണ് സുധി. കുടിക്കും. ഇതുപോലെയാണ് പോകുന്നെങ്കിൽ സുധിയെ പിടിച്ചാ കിട്ടില്ല. സുധി പെട്ടെന്ന് തന്നെ മൾട്ടി മില്യണർ ആവും. അയ്യോ, ഞാനോ? പിന്നാരാ? സുധി തന്നെ.